നിയോഗത്താലി ഭാഗം 17. യുദ്ധം ജയിച്ച യോദ്ധാവിനെ പോലെ വിജയച്ചിരിയാൽ അവളെ നോക്കുന്ന മനുവിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം അവൾക്ക് അവളോട് തന്നെ തോന്നി. എല്ലാം കൈവിട്ടു പോയല്ലോ എന്ന ചിന്തയിൽ സച്ചുവിൻ്റെ ഭാവം ദയനീയമായി. ഇനി ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് നോക്കാനാവില്ലെന്ന ഉറപ്പിൽ സച്ചു അലമാരയിൽ നിന്ന് വേഗം ഒരു കുർത്തയും പാൻറ്റും എടുത്ത് അടുത്ത റൂമിലേക്ക് ഓടി. ആ നേരം മുഴുവൻ മനുവിൻ്റെ കണ്ണുകൾ സച്ചുവിൽ തന്നെ പതിഞ്ഞു നിന്നു. സച്ചു റൂമിൽ നിന്നും വെപ്രാളത്തോടെ ഓടിയപ്പോൾ വിടർന്ന ചിരിയാലെ നിറഞ്ഞ സന്തോഷത്താലെ ബെഡിലേക്ക് മലർന്നു വീണവൻ. ചുണ്ടുകളിലെ മധുരം ഇപ്പോഴും തങ്ങി നിൽക്കും പോലെ അവൻ തൻ്റെ കീഴ്ചുണ്ട് ഉള്ളിലേക്കെടുത്ത് ഒന്ന് നാവിനാൽ തഴുകി. അവളിൽ അലിഞ്ഞ തൻ്റെ വലം കൈപ്പത്തി ചുണ്ടിലേക്കടുപ്പിച്ച് അമർത്തി മുത്തിക്കൊണ്ട് നാണം പൊതിഞ്ഞ ചിരിയോടെ കമിഴ്ന്നു കിടന്നവൻ. ഫ്ലാറ്റിനു താഴെ പാർക്കിംഗ് ലോട്ടിലേക്ക് നടക്കുമ്പോൾ സച്ചുവിൻ്റെ മുഖം കുനിഞ്ഞിരുന്നു. വിച്ചുവും അമ്മയും പറയുന്ന ഓരോന്നിനും മൂളുമ്പോഴും അവളുടെ മനസ്സ് കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ തന്നെയായിരുന്നു. ഇനി എങ്ങനെ മനുവിൻ്റെ മുഖത്ത് നോക്കും? ഇത്ര നേരവും കാണിച്ച ദേഷ്യമൊക്കെ തൻ്റെ അഭിനയമാണെന്ന് കരുതില്ലേ? ഞാൻ എങ്ങനെ തിരിച്ചു ചുംബിച്ചവനെ? തനിക്ക് അവനോട് ദേഷ്യമായിരുന്നില്ലേ? പിന്നെ എങ്ങനെ അതൊക്കെ ആസ്വദിച്ചു? എല്ലാം കൈവിട്ട് പോയല്ലോ മഹാദേവ. നീ ഇതെന്തോന്ന് സ്വപ്നം കാണുക സച്ചു? വേഗം കയറിയിരുന്നേ. കനകയുടെ ശബ്ദമാണ് സച്ചുവിനെ ചിന്തയിൽ നിന്നുണർത്തിയത്. തലയുയർത്തി നോക്കുമ്പോൾ എല്ലാവരും കാറിൽ കയറിയിരുന്ന് അവളെ വെയിറ്റ് ചെയ്യുവാണ്. ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ കണ്ടു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവളെ തന്നെ പിന്തിരിഞ്ഞു നോക്കുന്ന മനുവിനെ. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞിരിക്കുന്ന ചിരി അവളെ കളിയാക്കുന്നതുപോലെ തോന്നി. കണ്ണുകൾ താഴ്ത്തി ഡോർ വലിച്ചടച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അരവിന്ദിൻ്റെയും വിച്ചുവിൻ്റെയും മനുവിൻ്റെയും സംസാരങ്ങൾ കാറിൽ മുഴങ്ങി നിന്നു. ഇടയ്ക്കൽപ്പം ചിരിയോടെ കനകയും. അതൊന്നും ആസ്വദിക്കാനാവാതെ ചിന്താവ്യൂഹത്തിൽ പെട്ട് കിടക്കുകയായിരുന്നു സച്ചു. എന്തോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ കണ്ണുയർത്തി നോക്കിയവൾ കാണുന്നത് മിററിലൂടെ അവളെ തന്നെ ഉറ്റുനോക്കുന്ന മനുവിൻ്റെ മിഴികളാണ്. ആ നോട്ടം ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് പോലെ തോന്നി അവൾക്ക്. ഒരു തരം വെപ്രാളം അവളെ പൊതിഞ്ഞു. വല്ലാതെ ആകർഷിക്കുന്ന മിഴിയിണകൾ. പിടച്ചിലോടെ മിഴികൾ പിൻവലിച്ച് പുറത്തേക്ക് നോക്കി. അല്പസമയത്തിന് ശേഷം സംശയത്താൽ മിഴികൾ മിററിനെ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ കണ്ടു അവളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ആ മിഴികൾ. അതോടെ സ്ഥലമെത്തുന്നവരെ പുറത്തേക്ക് മാത്രം നോക്കിയിരുന്നു സച്ചു. അവളിലെ ചലനങ്ങളൊക്കെ ആസ്വദിച്ച് മനുവും. മാളിലും പാലസിലും കറങ്ങുമ്പോഴും ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോഴുമൊക്കെ സച്ചു മാക്സിമം മനുവിൽ നിന്ന് അകന്ന് തന്നെ നടന്നു. ഓരോ തവണ അവൻ അടുത്തു വരാൻ ശ്രമിക്കുമ്പോഴും അവൾ അരവിന്ദിൻ്റെയോ കനകയുടെയോ കൈ ചേർത്ത് പിടിച്ചു നടക്കും. ആദ്യമൊക്കെ അവളിലെ കുറുമ്പുകളായി ഇതൊക്കെ ആസ്വദിച്ചെങ്കിലും നിമിഷങ്ങൾ കഴിയെ അവൾ വീണ്ടും ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ എന്ന ചിന്ത അവനിൽ പിടിമുറുകി. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ ആ നിമിഷത്തിൽ മനുവിൽ നിന്നകന്നു. പിന്നീട് അവളെ ശല്യപ്പെടുത്താത്ത രീതിയിൽ വിച്ചുവിനോട് ചേർന്ന് നടന്ന് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൊടുത്തും വാങ്ങിക്കൊടുത്തും ആ നിമിഷങ്ങളിലെ വേദനയിൽ നിന്നും പുറത്തു കടക്കാൻ അവനും ശ്രമിച്ചു. രാത്രി ഭക്ഷണം കനക ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ലൈറ്റ് ഫുഡ് മാത്രം കഴിച്ച് എല്ലാവരും ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. ക്ഷീണത്താൽ അല്പം കിടക്കാൻ മനുവും അരവിന്ദനും വിച്ചുവും അവരവരുടെ റൂമിലേക്ക് കയറിപ്പോയി. നീയും പോയി കുറച്ച് കിടന്നോ മോളെ, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ വിളിക്കാം രണ്ടാളെയും. വീണ്ടും ആ റൂമിലേക്ക് പോകേണ്ടതോർത്തപ്പോൾ അതുവരെ അവളെ തളർത്തിയ ക്ഷീണമൊക്കെ ആ ടെൻഷനിൽ എങ്ങോ പോയി. എനിക്ക് കിടക്കുമൊന്നും വേണ്ടമ്മേ, ഞാനും കൂടാം കിച്ചണിൽ, രണ്ടാൾക്കും കൂടി വേഗം പണി തീർക്കാലോ. കനകയുടെ കൂടെ വേഗം കിച്ചണിലേക്ക് നടന്നു. സച്ചു വരില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ റൂമിൻ്റെ വാതിൽ ചാരി ബെഡിലേക്ക് മലർന്നു കിടന്നു മനു. കണ്ണുകൾ ചെറുതായി നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഷർട്ടിൻ്റെ കോളർ ഉയർത്തി തുടച്ചവൻ. അടുക്കാൻ ശ്രമിക്കും തോറും അകലുന്ന സച്ചു അവനിൽ വേദന നിറച്ചു. ചേർത്തു നിർത്തിയപ്പോൾ കൂടെ ചേർന്ന് നിന്നവൾ അല്പസമയത്തിന് ശേഷം കൂടുതൽ അകലുന്നത് അവന് താങ്ങാനാവുന്നില്ലായിരുന്നു. എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത മനസ്സാണ് സച്ചുവിനെന്ന് തോന്നി അവന്. ആലോചിക്കും തോറും വേദന കൂടുന്നത് അവൻ അറിഞ്ഞു. കണ്ണുകൾ ചേർത്തടച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു.
കുറച്ചു സമയങ്ങൾക്ക് ശേഷം അറിയാതെ തന്നെ ക്ഷീണത്താൽ മനുവിൻ്റെ കണ്ണുകൾ മാടിപ്പോയി. സച്ചു, നീ പോയി മനുവിനെ ഫുഡ് കഴിക്കാൻ വിളിച്ചേ, ഞാൻ പോയി അച്ഛനെയും മോളെയും വിളിക്കട്ടെ. ടേബിളിൽ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച ശേഷം TV കണ്ടുകൊണ്ട് സോഫയിലിരിക്കുന്ന സച്ചുവിനോട് പറഞ്ഞ് കനക അരുവിയും വിച്ചുവും കിടക്കുന്ന റൂമിലേക്ക് പോയി. വിളിക്കാൻ പോകുവല്ലാതെ വേറെ വഴിയില്ലെന്ന് തോന്നിയവൾ പതുക്കെ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ചാരിയിട്ട വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു, ഇരുകൈകളും ചുരുട്ടി തലയ്ക്കു കീഴിലായി വെച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന മനുവിനെ. ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നു. ബോധം വന്നപ്പോൾ അടുത്തേക്ക് നടന്നു ചെന്ന് അവനെ വിളിച്ചു. പേരെടുത്ത് വിളിച്ചിട്ടും അനക്കമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ കൈ ഉയർത്തി ഷോൾഡറിൽ കുലുക്കി വിളിച്ചു നോക്കി. തുടർച്ചയായി ആരോ വിളിക്കുന്നത് പോലെ തോന്നിയ മനു ഒരു ഞെരുക്കത്തോടെ കണ്ണുകൾ തുറന്നു. മുൻപിൽ നിൽക്കുന്ന സച്ചുവിനെ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ വിടർന്നുപോയി. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞപ്പോൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ഞാൻ അത് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേഗം എഴുന്നേറ്റ് വാ. പതർച്ചയോടെ വാക്കുകൾ പെറുക്കിക്കൂട്ടി പറഞ്ഞു പോകുന്ന സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു മനു. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എനിക്കൊന്ന് സംസാരിക്കണം, അവനെയും കയ്യെയും മാറി മാറി നോക്കുന്ന സച്ചുവിനോടായി പറഞ്ഞു. നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ എഴുന്നേറ്റ് വാ. ഒന്നുകൂടി പുറകോട്ട് നീങ്ങി സച്ചു. ഉറപ്പല്ലേ? കൈ വീണ്ടും മുൻപോട്ട് വലിച്ചു സച്ചുവിനെ നോക്കി മനു. എഴുന്നേറ്റ് വാ. അതും പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് കൈയടർത്തി മാറ്റി വേഗം പുറത്തേക്ക് നടന്നു. ഫ്രഷായി ഡൈനിങ് ഏരിയയിൽ എത്തുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കനക എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. അപ്പവും ചിക്കൻ സ്റ്റൂവും ആസ്വദിച്ചു കഴിച്ചു മനു. അതിനിടയിലും അവൻ്റെ കണ്ണുകൾ സച്ചുവിലായിരുന്നു. ഇന്ന് രാത്രി എല്ലാം തുറന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റണമെന്ന് മനു തീരുമാനിച്ചു. ഭക്ഷണശേഷം റൂമിലേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു തിടക്കം അവനെ പൊതിഞ്ഞു. സച്ചുവിനെ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും മനുവിന് യുഗങ്ങൾക്ക് സമമായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ അവസാനം വാതിൽ തുറന്നു വന്ന ആളെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സമാധാനം പോയി കിട്ടി മനുവിന്. ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്ന അരവിന്ദനെ കണ്ടപ്പോൾ മനുവിൻ്റെ കണ്ണുകൾ അരുവിയുടെ പിന്നിലേക്ക് നീണ്ടു. പുറകിൽ ആരുമില്ലെന്ന് കണ്ടപ്പോൾ വല്ലാതൊരു നിരാശ അവനെ വന്നു മൂടി. സച്ചുവിനിന്ന് കനകയുടെയും വിച്ചുവിൻ്റെയും കൂടെ കിടക്കണമെന്ന്. ഞാനിവിടെ കിടക്കുന്നതിൽ മോന് ബുദ്ധിമുട്ടൊന്നുമില്ലാലോ പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്കിരിക്കുന്ന അരവിന്ദനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. കുറച്ച് വർത്തമാനങ്ങൾക്ക് ശേഷം കിടക്കുമ്പോൾ അരവിന്ദൻ പെട്ടെന്ന് തന്നെ ഉറക്കം പിടിച്ചു. അപ്പോഴും ഉറക്കം കണ്ണുകളെ തഴുകാതെ മനു ചിന്തകളോടെ ആ രാത്രി തള്ളി നീക്കി. പുലർച്ചെ എപ്പോഴോ ഉറങ്ങിയ മനു ഹാളിൽ നിന്നുള്ള വിച്ചുവിൻ്റെ ബഹളം കേട്ടാണ് ഉറക്കം ഞെട്ടി ഉണർന്നത്. ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി ഫ്രഷായി റൂമിന് പുറത്തേക്ക് വരുമ്പോൾ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അരവിന്ദനെയും കനകയെയും വിച്ചുവിനെയുമാണ് കാണുന്നത്. അയ്യോ, നിങ്ങൾ ഇറങ്ങുവാണോ? എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു അമ്മേ. വല്ലാത്തൊരു ഉറക്കമുറങ്ങിപ്പോയി. ഫോണിൽ അലാറം വെക്കാനും മറന്നുപോയി. സങ്കടത്തോടെ എല്ലാവരോടും സംസാരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ സച്ചുവിനെ തിരഞ്ഞു. അവൾക്കെങ്കിലും ഒന്നും എന്നെ വിളിക്കാമായിരുന്നു. മനസ്സ് അവളോട് പരിഭവിച്ചു. സാരില്ല മോനെ, സച്ചു പറഞ്ഞു നീ നല്ല ഉറക്കാണെന്ന്. ഞാനാ പറഞ്ഞ വിളിക്കണ്ട, ഓഫീസിലൊക്കെ പോയി ആകെ ക്ഷീണിച്ചു വരുന്നതല്ലേന്ന്. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ഉറങ്ങാനാകൂ, അതാ വിളിക്കാതിരുന്നേ. മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ മറക്കരുത് കേട്ടോ. സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ അവനെ തഴുകുന്ന കനകയെ നോക്കി മനു സമ്മതത്തോടെ തലയാട്ടി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. വിച്ചു, അവളെ വിളിച്ചേ. മനുവിനോട് യാത്ര പറഞ്ഞ് അരവിന്ദൻ വിച്ചുവിനെ നോക്കി. റൂമിലേക്ക് പോയ വിച്ചു തിരിച്ചു വന്നത് സച്ചുവിൻ്റെ കൂടെയാണ്. സച്ചുവിലേക്ക് നോട്ടം പോയ മനു പകച്ചുപോയി. ബാക്ക് പാക്കുമായി ജീൻസും ടോപ്പും ഇട്ട് യാത്രയ്ക്കായി തയ്യാറെടുത്ത് നിൽക്കുന്ന സച്ചു. ഇറങ്ങാം മോളെ. അരവിന്ദൻ്റെ ചോദ്യത്തിന് തലയാട്ടി അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് സച്ചു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. ഭക്ഷണമെല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. എത്തിയാൽ വിളിക്കാട്ടോ.
ഷോൾഡറിൽ തട്ടി യാത്ര പറയുന്ന അരവിന്ദനെയും കൂടെ നിൽക്കുന്നവളെയും പകച്ചു നോക്കി മനു. പോട്ടെ ചേട്ടാ, ഫ്രീ ആയാൽ അങ്ങോട്ട് വരണം കേട്ടോ. അവിടെയും ഉണ്ട് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ, നമുക്ക് അടിച്ച് പൊളിക്കാം അവിടെ. കുറുമ്പോടെ പറയുന്ന വിച്ചുവിനോട് ചിരിക്കാൻ പാടുപെട്ടവൻ. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ അല്പം സമയമെടുത്തവന്. കണ്ണുകൾ സച്ചുവിനെ തേടിപ്പോയി. ഒന്നും മിണ്ടാതെ അരവിന്ദിൻ്റെ കൂടെ മുൻപോട്ട് നടക്കാൻ പോയ സച്ചുവിൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. നീ നീ എങ്ങോ അച്ഛാ, ഞാൻ മനുവേട്ടനോട് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. അവനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ സച്ചു മനുവിൻ്റെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. മുൻപിൽ നടക്കുന്ന സച്ചുവിനെ പഴക്കപ്പോടെ നോക്കിക്കൊണ്ട് കൂടെ നടന്നവൻ. ഇന്നലെ എല്ലാം സംസാരിക്കാൻ സമയം തരാമെന്ന് വാക്ക് തന്നവളാ ഇന്നൊരു വാക്ക് പോലും പറയാതെ പോകുന്നത്. ഇന്നലെ തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ, പ്രണയത്തോടെ ചേർത്ത് നിർത്തിയപ്പോൾ പൂച്ചക്കുട്ടിയെപ്പോലെ പതുങ്ങിയവൾ, പ്രണയാർദ്ധമായി ചുംബിച്ചപ്പോൾ അതേ ഭാവത്തോടെ ചിരിച്ചു ചുംബിച്ചവൾ, ഇന്നൊന്ന് നോക്കുക പോലും ചെയ്യാതെ എന്നെ വിട്ടു പോകുകയാണോ? വല്ലാത്തൊരു സമസ്യയാണ് ഇപ്പോൾ അവൻ്റെ ജീവിതമെന്ന് തോന്നിപ്പോയവന്. ഡോർ വലിച്ചടച്ചു മനുവിന് നേരെ കൈകെട്ടി നിന്നു. നീ ഈ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാ സച്ചു? അതും എന്നോടൊരു വാക്ക് പോലും പറയാതെ. ഇന്നലെ നീ പറഞ്ഞതല്ലേ സംസാരിക്കാൻ സമയം തരാമെന്ന്, എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ? പതുക്കെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനമായപ്പോഴേക്കും ദേഷ്യം കാരണം മനുവിൻ്റെ ശബ്ദമുയർന്നു. പതുക്കെ, ശബ്ദം അധികം എന്നോട് വേണ്ട. പിന്നെ ഞാൻ സംസാരിക്കാതെ പോകുന്നത് എനിക്കിപ്പോൾ അങ്ങനെ തോന്നി, ഇപ്പോൾ ഇങ്ങനെയും തോന്നി. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? എൻ്റെ ആരുമല്ല. വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട. വീട്ടുകാർ ഒന്നും അറിയില്ല. വെറുതെ ശബ്ദമുയർത്തിയാൽ എനിക്കെല്ലാം അവരോട് പറയേണ്ടി വരും. അവരുടെ മരുമോൻ്റെ അവിഹിതം, മൈഥിലിയുമായുള്ള റിലേഷൻ, അവളുമായുള്ള ലീലാവിലാസങ്ങൾ, ഭാര്യയായി ഞാനുള്ളപ്പോൾ അവളുടെ പുറകെ പോകുന്ന കോന്തനാണെന്ന്. അപ്പോൾ അവർ തന്നെ വേർപെടുത്തിക്കോളും ഈ ബന്ധം. പറഞ്ഞു കത്തിക്കയറുന്ന സച്ചുവിനെ മനുവിൻ്റെ ക്ഷമയുടെ അവസാന നെല്ലിപ്പലകയും അവസാനിച്ചിരുന്നു. വേണ്ടടി, അവർ വേർപെടുത്തണ്ട, ഞാൻ തന്നെ വേർപെടുത്തിക്കോളാം. നിനക്ക് ഇന്ന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ നിന്നെ വേണ്ട. എന്നെ വിശ്വാസമില്ലാത്തവളെ ചുമക്കുന്നതിലും നല്ലത് കടുത്തിയെടുത്ത് തോളിൽ വെക്കുന്നതാ. അധികം ചിലക്കാണ്ട് ഇറങ്ങിപ്പോടി. ഞരമ്പുകൾ വെലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുമന്ന് ദേഷ്യത്തിൻ്റെ അതിർവരമ്പുകൾ കടന്നിരുന്നു അവൻ്റെ ശരീരം. അത്രയും നേരം മനുവിനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്ന സച്ചു അവൻ്റെ ആ ഭാവത്തിൽ അടിമുടി വിറച്ചുപോയി. മനു അത് അങ്ങനെയല്ല മനു, അത് പിന്നെ. വാക്കുകൾ പോലും വരുന്നില്ലായിരുന്നു അവൾക്ക്. ഇറങ്ങ്, വേഗം ഇറങ്ങ്, ഔട്ട്. ഇനി ഒരു നിമിഷം പോലും എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുന്ന നിന്നെ. ഇറങ്ങിപ്പൊടി പുല്ലേ. അവളെ വലിച്ചു പുറത്തേക്ക് നിർത്തി ഡോർ വലിച്ചടച്ചു മനു. സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഒരിക്കൽ പോലും അവൾ മനുവിനെ മനസ്സിലാക്കിയില്ല എന്ന ചിന്ത അവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ അവൻ്റെ പ്രാണനായി മാറിയിരുന്നു അവൾ. ആ പ്രണയം, ആ ഹൃദയമാണ് ഇന്ന് ചിന്നിച്ചിതറിയത്. താലി കെട്ടിയ അന്നു മുതൽ അവളോട് നീതി പുലർത്തിയിട്ടേ ഉള്ളൂ. ഉള്ളിലുണ്ടായ പ്രണയത്തെ പോലും മറന്ന് അവളെ ആ സ്ഥാനത്തേക്ക് കുടിയിരുത്തി. പിന്നീട് ഓരോ നിമിഷവും അവളോടുള്ള ഇഷ്ടം കൂടിയിട്ടേയുള്ളൂ. ദൈവമായി തനിക്ക് കൊണ്ടുതന്ന നിധിയായിട്ടാ കണ്ടേ. വരും ജന്മങ്ങളിലും ഇവൾ മാത്രം തുണയായി മതി എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അവളാണ് ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെ നിഷ്കരുണം തള്ളിപ്പറഞ്ഞത്. ഒന്ന് കേൾക്കാൻ കൂടി മനസ്സില്ലാതെ ഉപേക്ഷിച്ചത്. സങ്കടം കൊണ്ട് അവൻ്റെ നെഞ്ചാകെ വിങ്ങി. മനസ്സൊന്ന് ശാന്തമായ ശേഷമാണ് മനു പുറത്തേക്കിറങ്ങിയത്. അവളുണ്ടാകും, പോയിട്ടുണ്ടാവില്ല. എന്നെ ഒന്ന് പറ്റിക്കാൻ മാത്രം പറഞ്ഞതായിരിക്കും. എന്നെപ്പോലെ അവളും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. ഞാനില്ലാതെ അവൾക്കും പറ്റില്ല. മനസ്സ് അവളെ കാണാൻ തിടുക്കം കൂട്ടി. ഹാളിലേക്ക് കടന്ന ഉടനെ കണ്ണുകൾ ചുറ്റും പരതി. ആഗ്രഹിച്ച ആളെ കാണാതായപ്പോൾ കാലുകൾ കിച്ചണിലേക്കും അടുത്ത റൂമിലേക്കും ബാൽക്കണിയിലേക്കും അതിവേഗം ചലിച്ചു. കാണുന്നില്ല. പോയോ? ഇല്ല, പോവില്ല. അങ്ങനെ പോവാനാവില്ല അവൾക്ക്. റൂമിൽ വന്ന് അലമാര തുറന്നു നോക്കുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അവിടെ കണ്ടു. വീണ്ടും പ്രതീക്ഷയുണർന്നെത്തി. ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കി. ഫ്ലാറ്റിൽ നിന്നിറങ്ങി കോറിഡോറും താഴെ ഗാർഡനുമൊക്കെ അലഞ്ഞു. കാണുന്നില്ലേ എങ്ങും. എന്നിട്ടും കണ്ണുകൾ ചുറ്റും അലഞ്ഞു. സച്ചു അവനെ വിട്ടുപോയെന്ന് മനസ്സ് അംഗീകരിക്കാത്ത പോലെ വീണ്ടും അവൻ ആ ഫ്ലാറ്റ് മുഴുവൻ തിരഞ്ഞു.
അവസാനം തളർന്ന് ആ ഫ്ലോറിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ പൂർണ്ണമായി തകർന്നു പോയിരുന്നു അവൻ. എന്നെ വേണ്ടാതായോടാ നിനക്ക്? അത്രയ്ക്ക് വെറുത്തു പോയോ സച്ചൂട്ട എന്നെ? വയ്യടി, നീ ഇല്ലാതെ വയ്യ. എത്ര അകറ്റിയാലും വേദനിപ്പിച്ചാലും നീ ഇല്ലാതെ വയ്യ എനിക്ക്. ഇരുകൈകളാൽ തലമുടിയിൽ കോർത്ത് വലിച്ച് അലറുമ്പോൾ അവൻ്റെ വേദന, അതേ വേദന ആ ചുവരുകളിലും പ്രതിഫലിച്ചു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇന്നലെ കഴിച്ച മദ്യത്തിൻ്റെ കെട്ടുവിടാത്തത് കൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വേച്ചുപോയവൻ. മനസ്സിൽ നിറയെ സച്ചുപോയ വേദന നിറഞ്ഞു നിന്നതിനാൽ എല്ലാം മറക്കാൻ എന്നോണം ഇന്നലെ രാത്രി മയക്കം കണ്ണുകളിൽ തട്ടുവോളം മദ്യപിച്ചിരുന്നു. പതുക്കെ എഴുന്നേറ്റ് നടക്കുമ്പോഴും നിർത്താതെ ബെൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പിറുപിറുത്തുകൊണ്ട് ഡോർ വലിച്ചു തുറന്നവൻ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അതിശയത്താൽ കണ്ണുകൾ വിടർന്നു. അതുവരെ വേദനയാൽ പിടഞ്ഞ ഹൃദയം ഒരു നിമിഷം കൊണ്ട് സന്തോഷത്താൽ നിറഞ്ഞു. കാണുന്നത് സത്യമോ മിഥ്യയോ എന്നറിയാതെ മിഴിച്ചു നിൽക്കുന്നവനെ അതിശക്തമായി പുണർന്നു അവൾ. അവൻ്റെ മാത്രം സച്ചൂട്ടി. മിസ് യു ബാഡ്ലി ആൻഡ് ലവ് യു സോ മച്ച് മനുവേട്ടാ. അതോടൊപ്പം കവിളിൽ ചുണ്ടുകളും അമർന്നു. ചെറുചൂടുള്ള ചുംബനത്തിൽ അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. തുടരും. എൻ്റെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. വീണ്ടും നാളെ അടുത്ത ഭാഗവുമായി കാണാം. ബൈ.